ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നല്ലൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. നമുക്ക് കറിയൊന്നും ഇല്ലാതെ തന്നെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാനും മറക്കരുത് കേട്ടോ. അപ്പം നമ്മുടെ ഒരു റെസിപ്പിക്ക് നമുക്ക് ആദ്യം തന്നെ ഒന്ന് മാവ് റെഡിയാക്കിയിട്ടെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗളിലേക്ക് 1 കപ്പ് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിപ്പോൾ നമുക്ക് മൈദപ്പൊടി വേണമെങ്കിൽ എടുക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ ഗോതമ്പ് പൊടി മേടിച്ചിട്ടും തയ്യാറാക്കാവുന്നതാണ്. ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് നമ്മുടെ ചപ്പാത്തി മാവൊക്കെ കുഴയ്ക്കുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ. ഞാൻ ചൂടുവെള്ളമൊന്നുമല്ല, സാധാരണ നമ്മുടെ തണുത്ത വെള്ളത്തിൽ തന്നെയാണ് കുഴച്ചെടുക്കുന്നത്. അപ്പോൾ നന്നായിട്ട് തന്നെ ചപ്പാത്തി മാവിൻ്റെ അതേ പരുവത്തിൽ ഒന്ന് കുഴച്ചെടുത്തിട്ട് വരാം. അങ്ങനെ മാവ് ഞാൻ കുഴച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് നമുക്കൊരു 5 മിനിറ്റ് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഈ ഒരു സമയത്ത് ഞാനൊരു ബൗളിലേക്ക് ഒരു 3 എഗ്ഗ് എടുത്തിട്ടുണ്ടായിരുന്നു. അതൊന്ന് പൊട്ടിച്ചിട്ട് ചേർത്ത് കൊടുക്കുവാണ്. ഇനി നമ്മൾ പൊട്ടിച്ച് വെച്ചിട്ടുള്ള എഗ്ഗിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഉപ്പിൻ്റെ കൂടെ കുറച്ച് കുരുമുളക് പൊടി കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂണിൻ്റെ അളവിലൊക്കെ നമുക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇതിൻ്റെ കൂടെ നമുക്കൊരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതും കൂടെ ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ട് തന്നെ മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള കുരുമുളക് പൊടിയൊക്കെ എഗ്ഗിൽ നന്നായിട്ട് ഒന്ന് മിക്സ് ആവുന്ന രീതിയിൽ തന്നെ നല്ല പോലെ തന്നെ ഒന്നങ്ങ് യോജിപ്പിച്ചിട്ട് എടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മുടെ കയ്യിലുള്ള കുറച്ച് വെജിറ്റബിൾസാണ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഒരു ചെറിയ സവാള നല്ല പൊടിയായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇതിൻ്റെ കൂടെ തന്നെ ഞാനൊരു 1/4 കപ്പ് അളവിൽ ഗ്രേറ്റ് ചെയ്തെടുത്ത് വെച്ചിട്ടുള്ള ക്യാരറ്റ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് ഞാൻ കുറച്ച് കാബേജ് എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 1/4 കപ്പ് കാബേജാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇത് നമുക്ക് പൊടിയായിട്ട് വേണം അരിഞ്ഞിട്ടെടുക്കാൻ. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു 1/4 കപ്പ് തന്നെ തക്കാളി കൂടെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അതും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് ഇതന്നെ വേണമെന്നില്ല, നമ്മുടെ കയ്യിലുള്ള ഏത് വെജിറ്റബിൾസ് ആയാലും മതിയാവും. നമുക്കിതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു എരിവിനായിട്ട് ഞാനൊരു 2 പച്ചമുളക് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം കേട്ടോ. കറിവേപ്പില ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞിട്ട് അത് ചേർത്ത് കൊടുത്താലും മതിയാവും. അപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള വെജിറ്റബിൾസൊക്കെ നമുക്ക് ഈ ഒരു എഗ്ഗിൻ്റെ മിക്സിൽ നന്നായിട്ട് തന്നെ ഒന്ന് യോജിപ്പിച്ചിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്യുന്ന സമയത്ത് നല്ല തിക്കായിട്ടാണ് ഈ ഒരു എഗ്ഗിൻ്റെ മിക്സ് ഉണ്ടാവുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഏതെല്ലാം ഉള്ളത് അതൊക്കെ നമുക്ക് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ ഒന്നങ്ങ് ഇളക്കിയിട്ട് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ കുഴച്ച് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ ചപ്പാത്തിയുടെ മാവിന് നമുക്ക് ഒരു വലിയ ബോൾ എടുത്തിട്ട് നല്ല പോലെ തന്നെ ഒന്നങ്ങ് പരത്തിയെടുക്കാം. അപ്പോൾ കുറച്ച് പൊടി കൂടെ ഇട്ടിട്ട് ഞാൻ നല്ല മാക്സിമം നമുക്ക് റൗണ്ടിൽ തന്നെ ഇതൊന്ന് പരത്തിയെടുക്കാം കേട്ടോ. പിന്നെ ഒരുപാട് കട്ടിയിൽ പരത്തിയെടുക്കരുത്. നമ്മൾ ചപ്പാത്തീനേക്കാളും കുറച്ചും കൂടെ കനം കുറച്ചിട്ട് പരത്തിയെടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഞാനിവിടെ ഇത് പരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം കുറച്ചൊരു റൗണ്ടിലായിട്ട് തന്നെയാണ് പരത്തി എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിൻ്റെ സെൻറ്ററിലേക്കായിട്ട് നമ്മുടെ ഒരു എഗ്ഗിൻ്റെയും വെജിറ്റബിൾസിൻ്റെയൊക്കെ മിക്സ് ഉണ്ടല്ലോ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനൊരു 3 ടേബിൾ സ്പൂണാണ് വെക്കുന്നത്. അപ്പോൾ ഈ ഒരു എഗ്ഗിൻ്റെ മിക്സ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതാ ഈ ഒരു ചപ്പാത്തീൻ്റെ 4 സൈഡും ഉണ്ടല്ലോ, അത് നമുക്ക് ഈ ഒരു സെൻറ്ററിലേക്കായിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നമ്മളിതുപോലെ ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ 4 സൈഡ്സും വീണ്ടും നമുക്കിതുപോലെ നമ്മുടെ വിരൽ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് വെക്കാം കേട്ടോ. അതായത് നമ്മൾ ആ വെച്ചിട്ടുള്ള ഉള്ളിൽ ആ മിക്സ് ഒന്ന് പുറത്തേക്ക് ലീക്കായിട്ട് പോവാതിരിക്കാൻ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ മേലെ പോർഷനും ഇതുപോലെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ നമ്മുടെ ആ ഉള്ളിൽ വെച്ചിട്ടുള്ള എഗ്ഗിൻ്റെ മിക്സ് ഒന്നും പുറത്തേക്ക് പോവില്ല. നല്ല കറക്റ്റായിട്ട് തന്നെ ആ ഒരു എഗ്ഗിൻ്റെ മിക്സ് ഇപ്പോൾ നമ്മുടെ ഈ ഒരു ചപ്പാത്തിൻ്റെ അകത്താണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ വീണ്ടും ഒന്ന് പരത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് വീണ്ടും ഞാൻ എഗ്ഗിൻ്റെ മിക്സൊക്കെ വെച്ചിട്ട് ഒന്നും കൂടെ അത് ഫോൾഡ് ചെയ്തിട്ട് കാണിക്കാം.
അപ്പോൾ നമ്മളിതുപോലെ 4 സൈഡും എന്തായാലും കറക്റ്റായിട്ട് നല്ല പോലെ തന്നെ വിരൽ വെച്ചിട്ട് പ്രസ് ചെയ്തിട്ട് കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു എഗ്ഗിൻ്റെ മിക്സൊക്കെ പുറത്തേക്ക് പോകും. അപ്പോൾ നമ്മുടെ ഒരു കപ്പ് പൊടി കൊണ്ട് ഞാനൊരു 4 എണ്ണം ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്കിത് കുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു തവ ചൂടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ അളവിൽ ഗീയോ അല്ലെങ്കിൽ ഓയിലോ ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ തവയിലേക്ക് നമുക്കിത് വെച്ച് കൊടുത്തിട്ട് 2 സൈഡും നന്നായിട്ട് തന്നെ ഒന്ന് ഗോൾഡൻ കളർ ആവുന്നവരേക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ മറിച്ചിടുന്നതിന് തൊട്ട് മുമ്പായിട്ട് മേൽവശത്തും കൂടെ കുറച്ച് ഓയിലോ അല്ലെങ്കിൽ ഗീയോ കൂടെ ഒന്ന് ആക്കി കൊടുത്തിട്ട് വേണം മറിച്ചിട്ട് കൊടുക്കാൻ. നമ്മൾ മറിച്ചിട്ട് ഈ ഒരു സൈഡ് ഇപ്പോൾ നല്ല ഗോൾഡൻ കളറായിട്ടുണ്ട് കേട്ടോ, നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. ഇതുപോലെ തന്നെ നമുക്ക് ആ ഒരു മറ്റേ സൈഡും ആവുന്ന സമയം വീണ്ടും നമ്മുടെ ഈ ഒരു 4 സൈഡും കൂടെ ഉണ്ടല്ലോ, അതും കൂടെ ഒന്ന് ഇതുപോലെ തന്നെ കുക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ മറ്റേതിൻ്റെ 4 സൈഡും കൂടെ ഞാനൊന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയോ സ്നാക്കായോ ഡിന്നറായിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ഒരു റെസിപ്പിയാണ്. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. നെക്സ്റ്റ് നല്ല ഒരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ, താങ്ക് യു.